Draw the shear force and bending moment diagram of a simply supported beam with a concentrated load. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം എന്ത് ബീമാണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് അല്ലേ? അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കാം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. അതിലെന്താ പറയുന്നത്? സെൻറ്ററിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇതാണ് എൻ്റെ സെൻറ്ററെങ്കിൽ ഇവിടെ W കിലോ ന്യൂട്ടൺ കോൺസെൻട്രേറ്റഡ് ലോഡാണ്, ഒരു പോയിന്റ് ലോഡ്. കോൺസെൻട്രേറ്റഡ് ലോഡ് മീൻസ് പോയിന്റ് ലോഡ്. നമുക്ക് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയാം, പോയിന്റ് ലോഡ് എന്ന് പറയാം, യൂണിറ്റ് ലോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എന്താ ആസ് യൂഷ്വൽ പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. ഇതിന് A കൊടുക്കാം, ഇതിന് B കൊടുക്കാം, സെൻറ്ററിനുള്ള C കൊടുക്കാം. ആൻഡ് ഡിസ്റ്റൻസ് L, ഇത് L/2 സെൻറ്റർ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആസ് യൂഷ്വൽ. ഇനി നമ്മൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൻഡിലിവർ ബീം എടുത്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഡയറക്റ്റ്ലി ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിച്ചു. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസ് വരുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ എൻസിൽ എവിടെയൊക്കെ സപ്പോർട്ട്സ് ഉണ്ടോ ആ സപ്പോർട്ടിൻ്റെ റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കാം. അത് നോർമലി നമ്മൾ മെക്കാനിക്സിലൊക്കെ ചെയ്ത പോലെ സിഗ്മ H=0, സിഗ്മ V=0, സിഗ്മ M=0 വെച്ചിട്ട് RB ഇവിടെ നമുക്ക് വരുന്ന റിയാക്ഷൻ അറ്റ് A, റിയാക്ഷൻ അറ്റ് B കണ്ടുപിടിക്കാം. ഓക്കെ, അത് കണ്ടുപിടിച്ച ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ കാൻഡിലിവർ ബീമിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ ഫ്രീ എൻഡിൽ എന്താണ്? 0 കിട്ടി അല്ലേ? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഫ്രീ എൻഡ് ഓഫ് കാൻഡിലിവർ വിൽ ബി ഓൾവേസ് 0. പക്ഷേ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസ് വരുമ്പോൾ ബോത്ത് എൻഡ്സിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. അതിപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അതായിരിക്കും കിട്ടുക. നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ ആദ്യമേ എന്ത് ചെയ്യുക? ഇവിടുത്തെ കേസ് വരികയാണെങ്കിൽ അറ്റ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് A ആൻഡ് B =0, കാര്യം കഴിഞ്ഞു. പിന്നെ C മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ ഇതിൽ വേറെ നമുക്ക് മിസ്റ്റേക്ക് ചെക്ക് ചെയ്യാനും കൂടെ പറ്റും. അതായത് ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പം, അതായത് ഇപ്പം നമ്മളിവിടെ A എന്ന് കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ A, C, B കണ്ടുപിടിച്ച് വരുമ്പം Bയിൽ കിട്ടുന്ന ഷിയർ ഫോഴ്സ് 0 ആയിട്ട് വരും. അതായത് ടോട്ടൽ സം ഓഫ് ഷിയർ ഫോഴ്സ് 0 ആയിട്ട് വരും അറ്റ് ദ എൻഡ്. സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസ് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പം നമ്മൾ എന്താണ് ആദ്യം കണ്ടുപിടിക്കാൻ പോവാണ്? സപ്പോർട്ട് റിയാക്ഷൻ സിഗ്മ H=0, സിഗ്മ V=0, സിഗ്മ M=0 അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്തില്ല? ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇല്ല. സോ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് RA, ഇത് RB. ഓക്കെ, അറ്റ് റിയാക്ഷൻ അറ്റ് A, RA, RB ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ദ സം ഓഫ് അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ് എന്ന് കണ്ടുപിടിക്കുക. അതായത് RA + RB വിൽ ബി ഈക്വൽ ടു ദ ഫോഴ്സ് W അല്ലേ? അവിടെ സമ്മാക്കാൻ W മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് W മാത്രം വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? RA, അതായത് അപ്വേർഡ് ഫോഴ്സസ് RA, താഴെ വരുന്ന W മൈനസ് RA മൈനസ് W, പിന്നെ പ്ലസ് RB, രണ്ടും അപ്വേർഡ് അല്ലേ? അങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല, ഏത് സൈഡ് വേണം എടുക്കാം. അപ്പം ഞാനിവിടെ എന്താണ്? അപ്വേർഡ് സം ഓഫ് അപ്വേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഓക്കെ, W കിലോ ന്യൂട്ടൺ വന്നിട്ടുണ്ട്. ഇതെന്നെ ഫസ്റ്റ് ഇക്വേഷനാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? RAയും RBയും സോൾവ് ചെയ്യണം, എന്നാലും നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി സിഗ്മ M ഉണ്ട്. സിഗ്മ M=0. സിഗ്മ എമ്മിൻ്റെ കേസ് വരുമ്പം വിത്ത് റെസ്പെക്ട് ടു A ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ Aയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് 0 ആണല്ലോ. ഓക്കെ, A കഴിഞ്ഞിട്ട് വരുന്ന ലോഡാണ് W. അപ്പോൾ W തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് W × L/2. ഓക്കെ, ഇവിടെ വരുന്ന ലോഡ് എന്താണ്? ക്ലോക്ക് വൈസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ആക്കാം. ഓക്കെ, ഇനി അടുത്ത വരുന്നത് എന്താണ്? W L/2 കിട്ടി. ഇനി അടുത്ത RB ആണ് അടുത്ത ലോഡ് വരുന്നത് അല്ലേ? സോ RB × A വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് RB × L. അതിൻ്റെ സൈൻ എന്തായിരിക്കും? ഇത് നമ്മൾ ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുത്തു. സോ ഇവിടെ വരുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ദാറ്റ് വിൽ ബി നെഗറ്റീവ്. മൈനസ് RB × L. ഓക്കെ, =0. ഇങ്ങനെയാണ് വരിക. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ അല്ല, ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ RB L = W × L/2, ദാറ്റ് ഈസ് RB = L ക്യാൻസൽ ആയിപ്പോയി W/2 അല്ലേ?
എല്ലാം ക്യാൻസലായിപ്പോൾ. W/2 RB കിട്ടി. ഇനി നമുക്ക് ഈ സാധനം എന്ത് ചെയ്യാം, ഇവിടേക്ക് അപ്ലൈ ചെയ്തൂടെ? അന്നേരം എന്ത് കിട്ടും? RA കിട്ടും. സോ RA പ്ലസ് W/2 ഈക്വൽ ടു W. RA എന്ന് പറഞ്ഞത് W മൈനസ് W/2, അതായത് W/2 തന്നെയാണ് അല്ലേ? യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നമ്മൾ ഈ എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ട് ലാസ്റ്റ് യൂണിറ്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ചില ടീച്ചേഴ്സ് ഒരു മാർക്കും തരില്ല കേട്ടോ, ഫുൾ വെട്ടിക്കളയും. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഷിയർ ഫോഴ്സിൻ്റെ കേസ് വരുമ്പം കിലോ ന്യൂട്ടൺ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് അതുപോലെ എടുക്കാം. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കിലോ ന്യൂട്ടൺ കൊടുക്കാം. പിന്നെ അല്ല പെൻഡിങ് മൊമെൻ്റ് കേസാണെങ്കിൽ കിലോ ന്യൂട്ടൺ മീറ്ററും ആണ് മാറ്റിപ്പോരുന്നത്. അപ്പോൾ നമുക്ക് RA RB കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മൾ ഷിയർ ഫോഴ്സിലോട്ട് പോവാം. ഓക്കെ ഷിയർ ഫോഴ്സിൻ്റെ കേസിലോട്ട് പോകാം. ഷിയർ ഫോഴ്സ് ഓക്കെ. നമ്മൾ നേരത്തെ ക്യാൻഡിലിവറിൻ്റെ കേസ് എടുത്തപ്പോൾ നമ്മൾ ഫ്രീ എൻഡിൽ നിന്നാണ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് തുടങ്ങിയത്. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കി പോകാം. അപ്പോൾ സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ സെക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം എ എന്ന് പറഞ്ഞ പോയിന്റിന് ലെഫ്റ്റ് സൈഡാണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് നോക്കുക. നമ്മൾ റൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ റൈറ്റിലോട്ടാണ് നോക്കുക. ഓക്കെ, അതായത് ഫോഴ്സ് കുറഞ്ഞ സെക്ഷനിലേക്ക് നോക്കുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെയായിരിക്കും നമ്മുടെ വ്യൂ പോവുക. ഓക്കെ, അടുത്ത ഫസ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ് എയിൽ നമുക്ക് എന്തുണ്ട്? പോയിന്റ് ലോഡ് ഇല്ല. പോയിന്റ് ലോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ലെഫ്റ്റും റൈറ്റും എടുക്കേണ്ട ആവശ്യമില്ല. എ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞതാ എ എന്ന് പറഞ്ഞ പോയിന്റ്, അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഞാൻ വ്യൂ ചെയ്തു, ഇങ്ങോട്ട് ലോഡില്ല, 0 കിലോ ന്യൂട്ടൺ ആണ്. ഓൾസോ എൻ്റെ റൈറ്റിൽ നിന്നും ഞാൻ വ്യൂ ചെയ്തു. സോറി, അവിടെ പോയിന്റ് ലോഡ് വരുന്നുണ്ട്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോയിന്റ് ലോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും എടുക്കണം. 0 കിലോ ന്യൂട്ടൺ ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് എ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോയിന്റിൽ നിന്ന് തൊട്ടടുത്ത റൈറ്റ് സെക്ഷനിൽ നിന്ന് വ്യൂ ചെയ്യുക. അപ്പം നമുക്കിവിടെ ആരാ ഉള്ളത്? RA. ഓക്കെ, RA എന്ന് പറയുന്നത് എത്രയാണ്? W/2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് സൈൻ നോക്കണം. സൈൻ നോക്കുമ്പോൾ എന്താണ്? നമ്മളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡും റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ആണെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത സെക്ഷനിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ലെഫ്റ്റ് സൈഡ് ലോഡ് അപ്വേർഡ് ആണ് പോകുന്നത് അല്ലേ? സോ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ പോസിറ്റീവ് W/2, ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് B ലെഫ്റ്റ്. B നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? സോറി, B അല്ലല്ലോ, C ആണ്. നമുക്ക് ഓർഡർ അനുസരിച്ച് പോയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ തെറ്റ്. C ഇത് ലെഫ്റ്റ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് RA മാത്രമല്ലേ കാണുന്നുള്ളൂ. സോ സെയിം വാല്യൂ തന്നെ വരാം, W/2. ഇനി അവിടെ നമുക്ക് എന്താണ്? എൻ്റെ സെക്ഷനിൽ നിന്ന് ലോഡ് ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണ് പോകുന്നത്. സോ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് C റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വ്യൂ ചെയ്താൽ RA വരുന്നുണ്ട്, സിയും വരുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? W/2. ഫസ്റ്റ് ഓഫ് ഓൾ RA നമുക്ക് എന്താണ്? W/2 അപ്വേർഡായിട്ടാണ് വരുന്നത്. ആൻഡ് അതുപോലെ ഇവിടെ നിന്ന് ലോഡ് താഴോട്ടാണ് വരുന്നത്. ഇത് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇതാണിപ്പോൾ ഞാൻ എൻ്റെ C റൈറ്റിലുള്ള സെക്ഷൻ എങ്കിൽ എനിക്കിവിടെ ആരൊക്കെ വരുന്നുണ്ട്? അപ്വേർഡിൽ RA വരുന്നുണ്ട്, ഡൗൺവേർഡിൽ W വരുന്നുണ്ട്. ഇത്രയല്ലേ വരുന്നുള്ളൂ. ഈ ഒരു പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? RA എന്ന് പറഞ്ഞാൽ W/2 എനിക്കറിയാം, അത് അപ്വേർഡാണ്. സോ അത് പോസിറ്റീവായിട്ടാണ് വരിക. ആൻഡ് W എങ്ങോട്ടാണ്? താഴേക്കാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ ഇതിൽ സെക്ഷൻ വരയ്ക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡും റൈറ്റ് സൈഡ് അപ്വേർഡും ആണെന്നെങ്കിൽ ഷിയർ ഫോഴ്സ് നെഗറ്റീവാണ്. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന കേസിൽ W എന്താണ്? ഈ സെക്ഷനുമായിട്ടല്ലേ കമ്പാറ്റബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? W മൈനസ് ആയിട്ടായിരിക്കും വരിക. അതിൽ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇതുപോലെ സെക്ഷൻ എടുത്തിട്ട് അതിലുള്ള ലോഡ്സ് വരച്ച് നോക്കുക. ഓക്കെ, W/2 മൈനസ് W, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് W/2. ഓക്കെ, ഇനി അടുത്ത ഷിയർ ഫോഴ്സ് അറ്റ്
ബി ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ബീനെ ലെഫ്റ്റിൽ നോക്കിയാൽ എന്താണ് ഈ ആൾക്കാരല്ലേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സെയിം വാല്യൂ തന്നെയല്ലേ വരിക, -W/2. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി റൈറ്റ് വരുമ്പോഴത്തേക്ക് എന്താ വരിക, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് റൈറ്റ് സൈഡ് അല്ലേ. അപ്പം എല്ലാവരും വരും, അത് ആർ എ വരും, ഡബ്ല്യു വരും, ആർ ബി വരും. അപ്പോൾ സെക്ഷൻ വരയ്ക്കുമ്പോഴത്തേക്ക് എന്താ വരിക, ഇതാണ് റൈറ്റ് സെക്ഷൻ എങ്കിൽ ഇവിടെ ആർ എ, ഇവിടെ ഡബ്ല്യു ആൻഡ് ഇങ്ങോട്ട് ആർ ബി അല്ലേ. അപ്പോൾ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും വരുമല്ലോ. ആർ എന്ന് പറയുന്നത് എന്താണ്, W/2 മൈനസ് ഡബ്ല്യു താഴേക്കാണ് ആൻഡ് പ്ലസ് പിന്നെ മേലോട്ടാണ് W/2. ഇതെന്തായിരിക്കും, 0 ആയിരിക്കും കിട്ടുക. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്ത് കറക്റ്റാണെങ്കിൽ ഷിയർ ഫോഴ്സ് ആഡ് ചെയ്ത് എൻഡ് വരുമ്പം സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസസിൽ 0 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. നമുക്ക് എ എന്നാ തുടങ്ങി അല്ലേ, A0 കൊടുത്തു. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോയി, W/2 പോയി. ഇതാണ് W/2. ഓക്കെ, ഇനി അടുത്ത സി ലെഫ്റ്റ് എന്താണ്, W/2 തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. പിന്നെ അടുത്ത സി റൈറ്റ് എങ്ങോട്ട് പോയി, -W/2. അപ്പോൾ സെയിം സി എന്ന് പറഞ്ഞ പോയിന്റിൽ ബേസ് ലൈൻ്റെ താഴേക്ക് കൊണ്ടുപോവാം, നെഗറ്റീവ് ആയതുകൊണ്ട്. പിന്നെ വരുന്നത് എന്താണ്, അറ്റ് ബി എന്താണ്, -W/2 ആണ്. പിന്നെ അതെന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഓർഡറിൽ തന്നെ വരയ്ക്കുക, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. അതായത് ലെഫ്റ്റ് റൈറ്റ് ആ ഓർഡറിൽ തന്നെ പോവാം. എ ലെഫ്റ്റ്, എ റൈറ്റ്, പിന്നെ സി ലെഫ്റ്റ്, സി റൈറ്റ്, ബി ലെഫ്റ്റ്, ബി റൈറ്റ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. SFD എന്ന് എഴുതുക, മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്തുണ്ട്, ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കാനുണ്ട് അല്ലേ. ഓക്കെ, ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം നമുക്ക്. അറ്റ് എന്താണ്, A = B = 0. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കേണ്ട. അറ്റ് സി മാത്രം കണ്ടുപിടിച്ചാൽ മതി. സിയുടെ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, സിയിലെടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ W/2 ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്ത് ഡിസ്റ്റൻസിൽ, സി വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ എടുക്കേണ്ടത്. സോ W/2 × L/2. വേറെ ലോഡൊന്നും ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്നില്ല, നമുക്കപ്പോൾ ആ ലോഡ് മാത്രം മതി അല്ലേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന, അപ്വേർഡ് മീൻസ് ദാറ്റ് ഈസ് സാഗിങ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്, പോസിറ്റീവാണ്. സോ നമുക്ക് അങ്ങനെ എഴുതിയാൽ മതി അല്ലേ. WL/4 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ACB. ഓക്കെ, എൻസിൽ 0 ആണ് വരുന്നത്, പോസിറ്റീവാണ്. സോ ഞാനിവിടെ WL/4 കൊടുത്തു, മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് എൻ്റെ BMD. ഓക്കെ, മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ലോഡ് സെൻറ്ററിൽ വരുന്ന സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസ് വരുന്നത്. ഓക്കെ.